അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നെ അലാമത്തെ ഫായിൽ എന്നുള്ള പാഠാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും സിമ്പിളായ പാഠം ഇതുതന്നെയാണ്. പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം പലരും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് വിവരമില്ല എന്നത് തന്നെയാണ് പലരുടെയും സെൻറ്റൻസുകൾ തെറ്റാനുള്ള കാരണം. പക്ഷേ ഇത് പഠിക്കലാണെങ്കിൽ വളരെ എളുപ്പമാണേനു. അപ്പോൾ അലാമത്തെ ഫായിലാകുന്ന നെ എപ്പോൾ വരും, എപ്പോൾ വരാൻ പറ്റില്ല, എവിടൊക്കെ വരണം, എവിടൊക്കെ വരാൻ പറ്റില്ല എന്നതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സാധാ മറ്റു പാഠങ്ങളുടെ പോലെയല്ല നിങ്ങൾ കാണേണ്ടത്. വളരെ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം എന്ന് മാത്രം. നെ അലാമത്തെ ഫായിൽ, ഫായിലിൻ്റെ അടയാളമാകുന്ന നെ. എന്താ ഫായിലിൻ്റെ അടയാളമാകുന്ന നെ എന്ന് പറയാൻ കാരണം? ഫായിലിൻ്റെ കൂടെയാണ് നെ ചേർക്കുക. ഫായിലിൻ്റെ കൂടെയാണ് നെ എന്നത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നെ സ്വാദിഖനെ റോട്ടി ഖായി, സ്വാദിഖ് റൊട്ടി കഴിച്ചു, സ്വാദിഖനെ റോട്ടി ഖായി. അപ്പോൾ ഇവിടെ നെ വന്നത് ആരുടെ കൂടിയാണ്? നേറോട്ടി എന്നാണോ? അല്ല, സ്വാദിഖനെ എന്നാണ്. സ്വാദിഖനെ എന്നാണ്. സ്വാദിഖ് എന്ന ഫായിലിൻ്റെ കൂടെയാണ് എന്ത് വന്നിട്ടുള്ളത്? റോട്ടി എന്ന് വന്നിട്ടുള്ളത്. അപ്പം നെ എന്നത് സ്വാദിഖ് എന്ന ഫായിലിൻ്റെ കൂടെ വന്നിരിക്കുന്നു. പിന്നെ എന്നാൽ നെ വരാത്ത മറ്റൊരു ജുംല നോക്കൂ. സ്വാദിഖ് സ്കൂൾ ഗയ, സ്വാദിഖ് സ്കൂൾ ഗയ. സ്വാദിഖ് മുദക്കറാണ്, അതുകൊണ്ട് ഗയ എന്ന് പറഞ്ഞു, സ്കൂൾ ഗയ എന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെ അടുത്ത് ഖായി എന്നാണ് പറഞ്ഞത്. സ്വാദിഖിനെ റോട്ടി ഖായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം? സ്വാദിഖ് നെ, ഇവിടെ നെ വന്നതുകൊണ്ട് സ്വാദിഖിലേക്ക്, ഫായിലിലേക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ മഫ്ഊൽ വന്നിട്ടുണ്ടോ? മഫ്ഊൽ വന്നിട്ടുണ്ടോ? മഫ്ഊലിൻ്റെ തൊട്ടു ശേഷമാണോ ഫിഅൽ വന്നിട്ടുള്ളത് എങ്കിൽ മഫ്ഊലിൻ്റെ അവസ്ഥക്കനുസരിച്ചാണ് ഫിഅൽ മാറ്റി കൊടുക്കേണ്ടത്. റോട്ടി, റോട്ടി എന്നത് മുഅന്നസാണ്, അതുകൊണ്ട് ഖായി എന്ന ആക്കി കൊടുക്കുകയും ചെയ്തു. ഹാമിദിനെ മിഠായിയ ഖായി, നേരത്തെ പറഞ്ഞത് ഈയൊരു ജുംലയിൽ ഒന്നുകൂടെ ക്ലിയറാണ്. ഹാമിദിനെ, ഹാമിദ് മിഠായികൾ കഴിച്ചു. മിഠായിയ എന്നുള്ള മുഅന്നസ് ജംഅ് ആയതുകൊണ്ട് തന്നെ ഖായീൻ എന്ന് മുഅന്നസ് ജംഅ് ആക്കി കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇവിടെ ഹാമിദ് മുഅക്കർ അൽ ഉസ്താദ് എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഹാമിദിൻ്റെ കൂടെ നെ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഹാമിദിനോട് കൂടെ നെ ചേരാതെ എങ്ങനെ വരാം? എങ്ങനെ വരും? ഹാമിദ് ഘർ പഹുഞ്ച, ഹാമിദ് വീട്ടിൽ എത്തി. അപ്പോൾ പഹുഞ്ചിന എന്നതിൻ്റെ കൂടെ നെ വരില്ല. അപ്പോൾ ഹാമിദ് മുദക്കർ ആയതുകൊണ്ട് പഹുഞ്ച എന്ന് പറഞ്ഞു. പിന്നെ ഫാത്തിമാനെ ആം ഖായ, ഫാത്തിമ എന്ന പെണ്ണ് ആം മാങ്ങ, മാങ്ങ കഴിച്ചു. അപ്പോൾ ഇവിടെ ആം എന്നത് മുദക്കർ ആയതുകൊണ്ടാണ് ഖായ എന്ന് ചേർത്ത് കൊടുത്തത്. അല്ലാതെ ഫാത്തിമ മുദക്കറാണോ? അല്ല. നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഫാത്തിമകൾ മുദക്കറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഉറുദുവിന് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അല്ല. നെ വന്നാൽ അവിടെ ഫായിലിലേക്ക് നോക്കൂല. ഫാത്തിമ ഇധർ ആയി, ഫാത്തിമ ഇവിടെ വന്നു, ഇവിടെ ആയി എന്ന് ചേർത്തു, കാരണം ഫാത്തിമ മുഅന്നസ് ആയതുകൊണ്ട്. ഖദീജാനെ കിതാബേം പഠി, ഖദീജ പുസ്തകങ്ങൾ വായിച്ചു, ഖദീജ പുസ്തകങ്ങൾ വായിച്ചു. അവിടെ ഖദീജ കിതാബേൻ, ഖദീജ എന്നുള്ള മുഫ്രദ് മുഅന്നസാണ്. പക്ഷേ കിതാബേ എന്നുള്ള മുഅന്നസ് ജംഅ് വന്നതുകൊണ്ടാണ് പഠീൻ, വോ പഠാ, വോ പഠി, വോ പഠേ, വോ പഠീൻ. ആ പഠീൻ എന്ന് ചേർത്ത് കൊടുക്കാൻ കാരണം എന്താണ്? കിതാബേൻ എന്നുള്ള ജംഅ് മുഅന്നസിലേക്ക് നോക്കിയിട്ടാണ്. മിഠായി ഖായി ഗയി, മിഠായി എന്നുള്ളത് മുഅന്നസാണ്, അതുകൊണ്ട് ഖായി ഗയി എന്ന് മുഫ്രദ് മുഅന്നസാക്കി ചേർക്കുകയും ചെയ്തു, അവിടെ നെ വരാത്തത് കൊണ്ട്. ഇതെല്ലാം ഈ ഫീൽഡുകളൊക്കെ നോക്കൂ, ഇതൊക്കെ ഏതാണ്? മാളി
മുത്ലക്കുകളാണ് അല്ലേ. മാദി മുത്ലക്ക് കെ സാത്ത്, മാദി മുത്ലക്കിൻ്റെ കൂടെ വന്ന ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ ഇനി മാദി ഖരീബിൻ്റെ കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും? സ്വാദിഖ് നെ റോട്ടി ഖായി ഹേ, സ്വാദിഖ് സ്കൂൾ ഗയാ ഹേ. ലഡ്കോൻ നെ മിഠായിയാൻ ഖായി ഹൈ. അത് ആ ഗിർദാനിലുള്ള തസ്രീഫിലുള്ള സർഫാക്കുന്നതിലുള്ള മാറ്റങ്ങളാണ്. ലഡ്കെ ഘർ പഹുഞ്ചേ ഹൈ, ലഡ്കെ ഘർ പഹുഞ്ചേ ഹൈ. ഫാത്തിമ ने आम खाया है, फातिमा इधर आई है. लड़कियों ने किताबें पढ़ी हैं, रोटियां पकाई, റൊട്ടികൾ പാചകം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മാദി മുത്ലക്ക് കഴിഞ്ഞു, മാദി ഖരീബ് കഴിഞ്ഞു. ഇനി മാദി ബഈദ്. സ്വാദിഖ് നെ റോട്ടി ഖായി थी, थी എന്ന് താ थी വരുമ്പോഴല്ലേ ബഈദാവുക. സ്വാദിഖ് നെ റോട്ടി ഖായി थी, സ്വാദിഖ് സ്കൂൾ ഗയാ था. നേ വന്നതും നേ വരാത്തതും. സ്വാദിഖ് നെ റോട്ടി ഖായി थी, സ്വാദിഖ് നേ വന്നു. സ്വാദിഖ് സ്കൂൾ ഗയാ था എന്നുള്ളടത്ത് അവിടെ നേ വന്നിട്ടില്ല. ഹാമിദ് നെ മിഠായിയാൻ ഖായി थी, ബच्चे घर पहुँचे थे. फातिमा ने आम खाया था, फातिमा इधर आई थी. खदीजा ने किताबें पढ़ी थीं, दरवाजे खोले गए थे. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഹേ എന്നുള്ളത് ഹേ, താ, തീ, തേ, തീ എന്ന് ആയി മാറി. ഇത്ര വ്യത്യാസമുള്ളൂ. ഇനി നേ വരുന്ന മറ്റൊരു ഫീലാണ്. ഇതൊക്കെ നേ വരുന്ന അവസ്ഥ എപ്പോഴൊക്കെ നേ വരിക, ഏതൊക്കെ ടെൻസുകളിലാണ് നേ വരിക എന്നതാണ് ഇവിടെ മാദി മുത്ലക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മാദി മുത്ലക്കിൻ്റെ കൂടെ വരും, അതുപോലെ മാദി ഖരീബിൻ്റെ കൂടെ വരും, മാദി ബഈദിൻ്റെ കൂടെയും നേ വരും. പിന്നെ നേ വരുന്ന മറ്റൊരവസ്ഥയാണെന്ത്? മാദി ഇഹ്തിമാലി കെ സാത്ത്, മാദി ഇഹ്തിമാലിയുടെ കൂടെയും നേ വരും, മാദി ഇഹ്തിമാലിയുടെ കൂടെയും നേ വരും. നോക്കൂ, സ്വാദിഖ് നെ റോട്ടി ഖായി ഹോ. മാദി ഇഹ്തിമാലി എങ്ങനെ വരിക? വോ ആയാ ഹോ, വോ ആയാ ഹോഗ. ഈ രണ്ട് രൂപത്തിലും മാദി ഇഹ്തിമാലി വരാം. വോ ആയാ ഹോ, ആയാ ഹോഗ, രണ്ടും ഇഹ്തിമാലി തന്നെയാണ്, നിങ്ങൾ പഠിച്ചതാണല്ലോ. അപ്പോൾ സ്വാദിഖ് നെ റോട്ടി ഖായി ഹോ, ലഡ്കോൻ നെ മിഠായിയാൻ ഖായി ഹോങ്കി. പിന്നെ ഫാത്തിമ നെ ആം ഖായാ ഹോ, ലഡ്കിയോൻ നെ കിതാബേം പഠി ഹോങ്കി. അതിൽ നേ വരാത്തതാണ് സ്വാദിഖ് നെ റോട്ടി ഖായി ഹോ. സ്വാദിഖിൻ്റെ കൂടെ നേ വരാതിരുന്നാൽ മാദി ഇഹ്തിമാലിയിൽ എങ്ങനെ വരും? സ്വാദിഖ് സ്കൂൾ ഗയാ ഹോ, ലഡ്കോൻ നെ മിഠായിയാൻ ഖായി ഹോങ്കി. നേ വരാതിരുന്നാൽ ബच्चे घर पहुँचे होंगे. ഫാത്തിമ നെ ആം ഖായാ ഹോ, ഫാത്തിമാൻ്റെ കൂടെ നേ വരാതിരുന്നാൽ ഫാത്തിമ ഇധർ ആയി ഹോഗി. എന്താ അതിൻ്റെ അർത്ഥം? വന്നിട്ടുണ്ടാകും, സ്വാദിഖ് റൊട്ടി കഴിച്ചിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ലഡ്കിയോൻ നെ കിതാബേം പഠി ഹോങ്കി, പെൺകുട്ടികൾ കിതാബുകൾ വായിച്ചിട്ടുണ്ടാകും. ടോപ്പി പെഹനി ഗയി ഹോഗി, തൊപ്പി ധരിക്കപ്പെട്ടിട്ടുണ്ടാകും. ഇനി ഇതൊക്കെ ഈ ഫീൽഡുകളിൽ, ഈ ജുംലകളിലൊക്കെ നോക്കൂ. ഖായി ഹോ, ഖായി ഹോങ്കി, പിന്നെ ഖായാ ഹോ, പഠി ഹോങ്കി എന്നൊക്കെ മിഠായിയാൻ ഖായി, റോട്ടി ഖായി, ആം ഖായ, കിതാബേം പഠി എന്നാണ് വന്നത്. ആ മഫ്ഊലിൻ്റെയും ഫിഅലിൻ്റെയും ഇടയിൽ കോ വന്നിട്ടുണ്ടോ? മഫ്ഊലിൻ്റെയും ഫിഅലിൻ്റെയും ഇടയിൽ കോ വന്നിട്ടില്ല. ഇനി മഫ്ഊലിൻ്റെയും ഫിഅലിൻ്റെയും ഇടയിൽ കോ വന്നാൽ, അഥവാ അലാമത്തെ മഫ്ഊൽ കെ സാത്ത്, മഫ്ഊലിൻ്റെ അടയാളമാകുന്ന കോ ചേർന്നാൽ എന്ത് സംഭവിക്കും? ഉസ്താദിനെ സെയ്ദ് കോ മാറ. അപ്പോൾ ഉസ്താദിനെ അവിടെ നേയും വന്നു, സെയ്ദ് എന്ന മഫ്ഊലിൻ്റെ കൂടെ കോ എന്നതും വന്നു. അപ്പോൾ നേരെ വാഹിദ് മുദക്കറാക്കിയാണ്ട് ഈ കോ നേ വന്ന ഫാഇൽക്ക് നോക്കണ്ട, കോ വന്ന മഫ്ഊൽക്കും നോക്കണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഉസ്താദിനെ സെയ്ദ് കോ മാറ. അപ്പോൾ അതിൻ്റെ തൊട്ട് ശേഷം പിന്നെ വേറൊന്നും വന്നിട്ടില്ല. ആ കോൻ്റെ ശേഷം വേറെ എന്തെങ്കിലും വന്നോ? ഒന്നും വന്നില്ല, നേരെ ഫീലാണ് വന്നത്. അപ്പോൾ
നമ്മളെന്താക്കി? മാറ വാഹിദ് മുദക്കറായിട്ട് ഉപയോഗിച്ചു. ഇനി ഉസ്താദ് സെയ്ദുക്കോ മാർത്തേത്തെ നേ വരാത്ത മറ്റൊരവസ്ഥയാണ്. ഉസ്താദ് സെയ്ദുക്കോ മാർത്തേത്തെ, അവിടെ ഉസ്താദ് എന്നതിൻ്റെ കൂടെ നേ വന്നിട്ടില്ല. അപ്പോൾ ആ ഫിഅല് ഫാഇലിൻ്റെ കൂടെ നമ്മളിവിടെ 4 ടെൻസുകളാണ് പറഞ്ഞത്. മാളി മുത്ലഖ്, മാളി കരീബ്, മാളി ബഈദ്, ഇഹ്തിമാലി. ഈ 4 പറഞ്ഞത്. മാർത്തേത്തെ എന്ന് പറഞ്ഞാൽ ഏതാണ്? മാളി ഇസ്തിമ്രാരിയാണ്. ഇസ്തിമ്രാരി ഇവിടെ പറഞ്ഞിരിക്കണോ? ഇല്ല. അഥവാ അതിൻ്റെ കൂടെ നേ വരില്ല. അപ്പോൾ ഉസ്താദിൻ്റെ കൂടെ നേ വരാത്തത് കൊണ്ട് സെയ്ദുക്കോ, അവിടെ മഫ്ഊലിൻ്റെ അലാമത്തായ കോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നാലും ഇവിടെ നേ വരാത്തത് കൊണ്ട് ഫാഇലിനോട് യോജിപ്പിച്ചുകൊണ്ട് മാർത്തേത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ജംആക്കി കൊടുത്തു. ഉസ്താദിനെ ബഹുമാനിച്ചുകൊണ്ട് മാർത്തേത്തെ എന്നാക്കി കൊടുത്തു. ഉസ്താദ് നീനെ ബച്ചോं से സവാൽ കിയാ ഹോഗ, ടീച്ചർ കുട്ടികളെ ചോദ്യം ചെയ്തിട്ടുണ്ട്, കുട്ടികളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഉസ്താദ് നീനെ എന്ന് വന്നു. പിന്നെ ബച്ചോं സേ എന്നതും എന്താണ്? ഒരു മഫ്ഊലിൻ്റെ അലാമത്താണ്. സേ എന്നതും മഫ്ഊലിൻ്റെ മറ്റൊരു അലാമത്താണ്. അപ്പോൾ ഉസ്താദിനി ഫാഇല്, ബച്ചോ എന്നുള്ളത് മഫ്ഊല്, നേയും വന്നു, ഫാഇലിൻ്റെ അലാമത്തും വന്നു, മഫ്ഊലിൻ്റെ അലാമത്തും വന്നു. എന്നിട്ട് സവാൽ കിയാ ഹോഗ, സവാൽ കർണ എന്നുള്ള ഫീലാണ് തൊട്ട് ശേഷം വന്നത്. സവാൽ എന്നത് ഒന്നാണ്, കർണ എന്നുള്ളത് മറ്റൊന്നാണ്. അപ്പോൾ സവാൽ എന്നത് മുദക്കറായതുകൊണ്ട് കിയാ ഹോഗ എന്ന് വാഹിദ് മുദക്കറാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നു. അമ്മി ജാൻ അപ്നെ ബച്ചോങ്കോ പാൽത്തി ഹേ, ഉമ്മ തൻ്റെ മക്കളെ വളർത്തുന്നു. ബച്ചോങ്കോ അവിടെ എന്ത് വന്നിട്ടുണ്ട്? മഫ്ഊൽ, അലാമത്തെ മഫ്ഊൽ വന്നിട്ടുണ്ട്. പക്ഷേ അമ്മി ജാൻ എന്ന ഫാഇലിൻ്റെ കൂടെ നേ വരാത്തതിനാൽ പാൽത്തി ഹേ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ജംഅ മുഅന്നസാക്കി കൊണ്ടുവന്നു. മൂന്നാമത്തത് ഖദീജാനെ അപ്നി മാങ് കാ അദബ് കിയാ था, ഖദീജ തൻ്റെ ഉമ്മയെ എന്തായിരുന്നു? ബഹുമാനിച്ചിരുന്നു, അവർക്ക് മര്യാദ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഖദീജ ഫാഇലിൻ്റെ കൂടെ നേ വന്നു. അപ്നി അമ്മാങ്ക, ഇവിടെ കോ എന്നതിൻ്റെ പകരമാണ് ക എന്ന് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്. ഫിഅലി ഒരു അറബിയിൽ നിന്നോ ഫാരസിയിൽ എടുത്തതോ ആയ പദങ്ങളുടെ കൂടെ കോ എന്നതിനെ മറിച്ചിട്ട് കാ കി കെ എന്നതിൽ നിന്ന് യോജിച്ചത് ഏതാണോ അതെടുത്തിട്ട് കോക്ക് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഏറ്റവും ഫസീഹായത്. അപ്പോൾ നോക്കൂ ഇവിടെ, അപ്പോൾ അദബ് എന്നത് അറബിയല്ലേ. അപ്പോൾ ഉമ്മയെ അദബ് ചെയ്യാറുണ്ടായിരുന്നു, ബഹുമാനിക്കാറുണ്ടായിരുന്നു, മര്യാദ കാണിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ കോ എന്ന സ്ഥാനത്താണ് ക എന്ന് വന്നിട്ടുള്ളത്. അത് അതിൻ്റെ ഏറ്റവും ഫസീഹായ രൂപത്തിൽ ഉപയോഗിച്ചതാണ്. ഖദീജാനെ അപ്നി അമ്മാക്ക, അവിടെ എന്തായി? അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഈ ജുംലയിൽ ഫാഇലിൻ്റെ അടയാളവുമുണ്ട്, മഫ്ഊലിൻ്റെ അടയാളവുമുണ്ട്. പിന്നെ അദബ് കിയാത്ത എന്നാണുള്ളത്. അദബ് കിയാത്ത മഫ്ഊലിൻ്റെ അടയാളം കഴിഞ്ഞ് പിന്നെ ഫിഅല് വന്നപ്പോൾ അദബ് കിയ, ഈ രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത്. അദബ് കിയ, അദബ് കർണ മര്യാദ കാണിക്കുക എന്നാണ്. പക്ഷേ അദബ് എന്നുള്ള ഒരു ലഫ്ലാണ്, കർണ എന്നുള്ള വേറെ ലഫ്ലാണ്. അദബ് എന്നത് മുദക്കറായതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി? കിയാത്ത എന്ന് വാഹിദ് മുദക്കറായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഖദീജ അപ്നെ ഭായിക്കോ ദേഖേഗി. ഇനി നേ വരാത്ത ഒരു ഉദാഹരണം നോക്കൂ. ഖദീജ തൻ്റെ സഹോദരനെ നോക്കും അല്ലെങ്കിൽ കാണും. ഇവിടെ ദേഖിന എന്നുള്ളത് ഒരു നേ വരേണ്ട ഒരു ഫീലാണെങ്കിൽ കൂടെ, പക്ഷേ ഇവിടെ മാളിയല്ല, ഇവിടെ മുസ്തഖ്ബിലായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്, മാളി അല്ലാതെയാണ് വന്നിട്ടുള്ളത് എന്നതിനാൽ തന്നെ ഇവിടെ നേ കൊടുത്തിട്ടില്ല. ഇവിടെ നേ കൊടുക്കാതിരിക്കാനുള്ള കാരണം
ദേഖേഗി എന്നുള്ളത് മുസ്തഖ്ബിലാണ്, മുസ്തഖ്ബിലിൻ്റെ കൂടെ നേ വരില്ല. അപ്പോൾ ഖദീജ എന്നതിൻ്റെ കൂടെ നേ വരാത്തതിനാൽ ഫായിലിനോടൊപ്പിച്ച് ദേഖേഗി ഫിഇല് വന്നു. അമ്രീക്കിയോനെ ഫലസ്തീനിയോം പർ ജുലും കിയ. ഇനി മഫ്ഊലിൻ്റെ അലാമത്തിൻ്റെ മറ്റൊരു രൂപമാണ് പർ എന്നുള്ളത്. അതുകൂടെ പരിചയപ്പെടുത്താനാണ് ഇവിടെ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അമ്രീക്കിയോനെ അമേരിക്കക്കാർ ഫലസ്തീനിയോം പർ ഫലസ്തീനികളെ ജുലും കിയ ആക്രമിച്ചു. അപ്പോൾ പർ എന്നുള്ളത് ഫലസ്തീനികളെ എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പോൾ ഇവിടെ മഫ്ഊലിൻ്റെ അലാമത്ത് ചില ഫീലുകളുടെ കൂടെ പർ എന്ന് ഉപയോഗിക്കും. അതിൻ്റെ ഉപയോഗം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അംബരിക്കിയോനെ അവിടെ നേ വന്നതുകൊണ്ട് പിന്നെ അമേരിക്ക എന്നതിലേക്ക് ആ ഫീല് ഒക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫലസ്തീനിയോ എന്ന് പറഞ്ഞപ്പോൾ അവിടെയും അതിൻ്റെ കൂടെ മഫ്ഊലിൻ്റെ അലാമത്തായ പർ എന്നതൊന്നുകൊണ്ട് അതിനെയും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫീൽ എന്താണ്? ജുലും കിയ എന്നാണ് വന്നിട്ടുള്ളത്. കിയ എന്നതിൻ്റെ കൂടെ ജുൽമ് എന്ന മുദക്കർ വന്നതുകൊണ്ട് കിയ വാഹിദ് മുദക്കറാക്കി കൊണ്ടുവന്നു. സബക്ക് പഠാകയ എന്താണ്? പാഠം പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നേ വന്നിട്ടില്ല, നേരെ വാഹിദ് മുദക്കറായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ആദ്യം നമ്മളൊരു ഫേല് അതിൻ്റെ കൂടെ നേ ഉപയോഗിക്കണോ വേണ്ടേ? ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഫേലിൻ്റെ കൂടെ നേ ഉപയോഗിക്കണോ വേണ്ടേ എന്ന് നോക്കണമെങ്കിൽ ആദ്യമായിട്ട് എന്താ നോക്കേണ്ടതെന്നറിയോ? ആ ഫേലിൻ്റെ അർത്ഥത്തിലേക്ക് നോക്കണം. ആ ഫേല് ലാസിമോ മുതാദ്ദിയോ എന്ന് നോക്കണം. ലാസിമോ മുതാദ്ദിയോ എന്ന് നോക്കണം. ലാസിമിൻ്റെ കൂടെ അഥവാ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കാത്ത ഫേലുകളിൽ നേ കൊണ്ടുവരില്ല. മുതാദ്ദിയായ ഫേലുകളിൽ മാത്രമേ നേ കൊണ്ടുവരാൻ പാടുള്ളൂ. ഇനി മുതാദ്ദിയായ ഫേല് ആയാൽ തന്നെ നേ കൊണ്ടുവരണോ? വേണ്ട. പിന്നെ മുതാദ്ദിയായ മാദിയായ ഫേലിൽ മാത്രമേ നേ വരാൻ പാടുള്ളൂ. എന്നാൽ എല്ലാ മാദിയിലും നേ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. മറിച്ചോ മാദി മുത്ലഖ്, മാദി ഖരീബ്, മാദി ബഈദ്, മാദി ഇഹ്തിമാലി, ഈ 4 മാദിയുടെ ഇനങ്ങളിൽ മാത്രമേ ഏത് ലോകത്ത് പോയാലും ഉറുദു ഭാഷയിൽ ഈ 4 മാദിയുടെ കൂടെ മാത്രമേ നേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യമാണ് ബേസിക്കലി നേയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. പിന്നെ നേ വന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? നേ വന്നാൽ പിന്നെ ഫാഇലിലേക്ക് നോക്കേണ്ടതില്ല. ഇപ്പം നേ വന്നിട്ട് പിന്നെ മഫ്ഊൽ വന്നിട്ടുണ്ടെങ്കിൽ മഫ്ഊലിൻ്റെ അവസ്ഥക്കനുസരിച്ച് ഫീലിൽ മാറ്റങ്ങൾ വരും. എന്നാൽ മഫ്ഊലിൽ കോയും വന്നു അല്ലെങ്കിൽ അലാമത്തെ മഫ്ഊലും വന്നു എങ്കിൽ പിന്നെ ഫീലിനെ വാഹിദ് മുദക്കറായിട്ട് ഉപയോഗിക്കണം. അതാണ് ഖായിദയിലൂടെ പറയുന്നത്. നേ അലാമത്തെ ഫാഇലിൻ്റെ അലാമത്തായ നേ എന്നത് മുതാദ്ദിയായ ഫീൽ, ഒന്നാമത്തെ കണ്ടീഷനാണ് മുതാദ്ദി ഫീൽക്ക് എന്നുള്ളത്. മുതാദ്ദി ആവണം ഫീൽ. അതിൻ്റെ മാസി മുത്ലഖ് ഖരീബ്, മാസി ബഈദ്, മാസി ഇഹ്തിമാലി में फ़ाइल के बाद इस्तेमाल किया जाता है. ഈ മാസി മുത്ലഖ് നിങ്ങളെല്ലാവരും എണ്ണു. മാസി മുത്ലഖ്, മാസി ഖരീബ്, മാസി ബഈദ്, മാസി ഇഹ്തിമാലി, ഈ 4 ഫീലുകൾ, ഈ 4 ടെൻസുകളിൽ ഫാഇലിൻ്റെ ശേഷം ഉപയോഗിക്കപ്പെടുന്നതാണ്. നേ അലാമത്തെ ഫാഇലാകുന്ന നേ ലാസിം और മജ്ഹൂൽ അഫ്ആൽ में बिल्कुल इस्तेमाल नहीं किया जाता. നമ്മൾ നേരത്തെ പറഞ്ഞു ലാസിമായതിൽ ഉപയോഗിക്കൂല. ലാസിമും മജ്ഹൂൽ, ഒരു ഫീലിനെ മജ്ഹൂലാക്കിയാൽ പിന്നെ ലാസിമായി തീരല്ലേ. അപ്പോൾ ഒരു ഫീലിനെ മജ്ഹൂലാക്കി തീർത്താലും നേരത്തെ ലാസിമായ ഫീലിലും നേ ഉപയോഗിക്കുകയേ ഇല്ല. ഇനി മുതാദ്ദി ഫീൽ में अगर फ़ाइल के बाद മുതാദ്ദിയായ ഫീലിൽ ഫാഇലിൻ്റെ ശേഷം അലാമത്തെ ഫാഇൽ और मफ़ഊൽ के बाद
मुतादी फ़ील में अगर फ़ाइल के बाद अलामत फ़ाइल और मफ़ऊल के बाद ഫായിലിൻ്റെ അടയാളത്തിൻ്റെയും മഫ്ഊലിൻ്റെ അടയാളത്തെയും, ഫായിലിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ നെ, മഫ്ഊലിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കോ, ക, പർ, സെ എന്നൊക്കെ ഉള്ളത്, അതിൻ്റെയും ശേഷം അലാമത്തെ മഫ്ഊൽ മൗജൂദ് ഹോത്തോ അലാമത്തെ ഫായിൽ ഓർ മഫ്ഊൽ കെ ബാദ് നെ എന്ന അലാമത്തെ ഫായിലിൻ്റെയും അതിൻ്റെ ശേഷമുള്ള മഫ്ഊലിൻ്റെയും ശേഷം റോട്ടിയാങ് എന്നാണുള്ളത് എങ്കിൽ പിന്നെ അതിൻ്റെ ശേഷം അലാമത്തെ മഫ്ഊൽ മൗജൂദ് ഹോത്തോ, ഇനി അതിൻ്റെ ശേഷം അലാമത്തെ മഫ്ഊലാകുന്ന ക, നമ്മൾ അവസാനത്തെ ഈ വിഭാഗം ഉണ്ടല്ലോ, ഇവിടെ നോക്കൂ, ഉസ്താദിനെ സെയ്ദ് കോ മാറാം. ആദ്യം ഉസ്താദിനെ അലാമത്തെ ഫാഇൽ സെയ്ദ് എന്ന മഫ്ഊൽ, അതിൻ്റെ ശേഷം അലാമത്തെ മഫ്ഊലാകുന്ന കോ എന്നും വരികയാണെങ്കിൽ ഫിഅൽ ഹമേശ വാഹിദ് മുസക്കർ ഇസ്തിമാൽ കിയാ ജായേഗ. അങ്ങനെയെങ്കിൽ ഫിഅൽ എപ്പോഴും വാഹിദ് മുദക്കറായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത പീരീഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ പറഞ്ഞതൊന്നും മറക്കാൻ പാടില്ല. നിങ്ങൾ മറന്നാൽ നമ്മൾ തലക്കന്ന് വീണ്ടും പറയേണ്ടി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലാസ് ഒരു വട്ടം കേട്ടാൽ പോരെ, 2, 3, 4 വട്ടം കേട്ട് തറാക്കി വെക്കുക കേട്ടോ, ഒരിക്കലും മറക്കണ്ട. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.